ഡിസംബർ 16 മംഗളവാർത്തക്കാലം 3 ഞായർ. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 57 മുതൽ 80 വരെയുള്ള തിരുവചനങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ വിചിന്തനം യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ ജേക്കബ് നാലുപറയിൽ എന്ന് ഇംഗ്ലീഷിൽ അടിച്ചാൽ മംഗളവാർത്തക്കാലത്തിൻ്റെ 3 ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനം ലഭിക്കുന്നതാണ്. ആ വിചിന്തനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത് 58 വചനം, കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട്. വീണ്ടും 60 വചനം, അവൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. യോഹന്നാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ യാവേ ഹനാൻ, ദൈവം കാരുണ്യമാണ്, ദൈവം കാരുണ്യവാനാണ്, ദൈവകാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യമാണ് യോഹന്നാൻ, ആ ദൈവകാരുണ്യത്തെ അനുസ്മരിക്കുകയാണ് ഓരോ യോഹന്നാൻ വിളിയിലും അവരുടെ മാതാപിതാക്കൾ ചെയ്തത്. അതുകൊണ്ട് ലഭിച്ച വലിയ ദൈവകാരുണ്യത്തെ അനുസ്മരിക്കുന്നതിലൂടെ സംഭവിച്ചത് എന്താണ്? ആദ്യം അവൻ്റെ പിതാവിൻ്റെ നാവ് സ്വതന്ത്രമാകുന്നു, സംസാരിക്കുന്നു. ദൈവസ്തുതികൾ, നന്ദി, കൃതജ്ഞത സക്കറിയായുടെ അധരത്തിൽ നിന്നും പുറപ്പെടുകയാണ്. പോരാ, മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവകാരുണ്യം അനുസ്മരിക്കുന്നതിൻ്റെ വലിയ പരിണതഫലം ജീവിതത്തിൽ നന്ദിയും തൃപ്തിയും സന്തോഷവും ഉണ്ടാകുമെന്ന് മാത്രമല്ല, ജീവൻ നിത്യമായ ജീവനിലേക്ക്, രക്ഷയിലേക്ക് വളർന്നു കയറും. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു വലിയ സന്ദേശം ഇതാണ്: നിൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന വലിയ കാരുണ്യ അനുഭവങ്ങളെ മറക്കാതിരിക്കുക, ഓർക്കുക, അനുസ്മരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിൻ്റെ ജീവിതം കൂടുതൽ തൃപ്തികരമാകും, സന്തോഷപ്രദമാകും. പോരാ, നിന്നിലെ ജീവൻ വളർന്ന് അത് മരണത്തിനപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന ജീവൻ നിത്യജീവനായി, രക്ഷയായി രൂപാന്തരപ്പെടും. ഇന്ന് നമുക്ക് മറ്റൊരു വചനത്തെ ധ്യാനത്തിൻ്റെ കേന്ദ്രമാക്കി സ്വീകരിക്കാം. 66 വചനമാണ്. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്തെന്നാൽ കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ്. പഴയ നിയമത്തിൽ ആവർത്തിച്ച് വരുന്ന ഒരു പ്രയോഗമാണ് കർത്താവിൻ്റെ കരം, ദൈവത്തിൻ്റെ കരം. എന്താണ് ഇതിൻ്റെ അർത്ഥം? രാജാക്കന്മാരുടെ പുസ്തകം 1 അധ്യായം 18-26 ഏലിയായുടെ കഥ വിവരിക്കുമ്പോൾ പറയുന്ന വചനമാ, കർത്താവിൻ്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും എസ്രായുടെ പുസ്തകം 7 അധ്യായം 28 വചനം, കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നതിനാൽ എന്നാണ് എസ്രാ പറയുന്നത്. വീണ്ടും എസക്കിയേലിൻ്റെ പുസ്തകത്തിലും ഇതുതന്നെ ആവർത്തിക്കുന്നു, കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ. എന്താണ് ഈ കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു സ്നാപക യോഹന്നാനെക്കുറിച്ച്? എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് പഴയ നിയമത്തിൽ പ്രയോഗിക്കുന്ന ഒരു അലങ്കാര പ്രയോഗമാണ്. അത് ഉന്നം വയ്ക്കുന്നത് ദൈവ സാന്നിധ്യത്തിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ചൈതന്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ കൂടെ അവൻ്റെ ഉത്ഭവം മുതൽ തന്നെ കർത്താവിൻ്റെ കരം കൂടെയുണ്ടായിരുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെയുണ്ടായിരുന്നു, കർത്താവിൻ്റെ ചൈതന്യം അവൻ്റെ കൂടെയുണ്ടായിരുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ ചൈതന്യം, കർത്താവിൻ്റെ അരൂപി കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരിലും ഉള്ള സാധ്യത തന്നെയാണ്. ഈ സാധ്യതയെ എത്രമാത്രം നമ്മൾ ഉണർത്തിയെടുക്കുന്നുവോ, എത്രമാത്രം എന്നിലുള്ള ദൈവത്തിൻ്റെ കരത്തെ ഞാൻ തിരിച്ചറിയുന്നുവോ, എന്നിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ അനുഭവിക്കുന്നുവോ, അതനുസരിച്ച് ഈ ദൈവകരം, ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവവേദ്യമായി വരും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ, യോഹന്നാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉണ്ടായതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പരിണത ഫലമെന്ന് പറയുന്നത് 58 വചനത്തിൽ, അവളുടെ അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത്
ഓർത്ത് സന്തോഷിച്ചു. കർത്താവിൻ്റെ കരം കൂടെയുള്ളവൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്നത് സന്തോഷമാണ്. വീണ്ടും പുറകോട്ട് പോയാൽ 1 അധ്യായം 14 വചനം ശ്രദ്ധിക്കണം. 14 യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിൽ അനേകർ ആഹ്ലാദിക്കും. ഇത് തന്നെയാണ് 25 വചനത്തിൽ എലിസബത്ത് അവൻ്റെ അമ്മ യോഹന്നാനെ ഗർഭം ധരിച്ച് കഴിയുമ്പോൾ വിളിച്ചു പറയുന്നത്, മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ അപമാനം നീക്കാൻ എന്നെ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു. എലിസബത്തിൻ്റെ ആനന്ദമാണ് കീർത്തനമായിട്ട് പുറത്തേക്ക് വരുന്നത്. കർത്താവിൻ്റെ കരം കൂടെയുള്ളവൻ, അവൻ്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നത് അടുത്തുള്ളവർക്കൊക്കെ ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകുന്നു. കർത്താവിൻ്റെ കരം കൂടെയുള്ളവൻ, അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന പരിണത ഫലങ്ങൾ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്നത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിലാണ്. കർത്താവിൻ്റെ കരം കൊണ്ടുണ്ടാകുന്ന പരിണത ഫലം 37 അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുചെന്നു നിർത്തി. മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വീണ്ടും ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. കർത്താവിൻ്റെ കരം കൂടെയുള്ളവൻ, അവനിലും ചുറ്റിലുമുണ്ടാകുന്ന പരിണതഫലം: 1 സന്തോഷമുണ്ടാകും, ആഹ്ലാദമുണ്ടാകും. 2 ജീവൻ വയ്ക്കുന്നു. ജീവൻ ചുറ്റുമുള്ളവരിൽ. ഈയിടെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യം പങ്കുവയ്ക്കാം. അവർ നന്നായിട്ട് ജീവിക്കുന്ന ഒരു ഭക്തയായ സ്ത്രീയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളാണ് പങ്കുവെച്ചത്. പറഞ്ഞു, രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും, പിന്നെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർക്കും. അതിനുശേഷമാണ് കുട്ടികളെ പറഞ്ഞു വിടുന്നു, ഭർത്താവിനെ വിടുന്നു. അതിനുശേഷമാണ് ഇവർ സ്കൂളിൽ അധ്യാപിക്കുക. സ്കൂളിലേക്ക് പോകുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലെ അധ്വാനം. തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും വീട്ടിലെ പണികൾ എല്ലാം ചെയ്യുന്നു. സന്ധ്യയാകുമ്പോൾ ഒരുമിച്ച് കുരിശ് വരയ്ക്കുന്നു. അതിനുശേഷം അത്താഴം കഴിക്കുന്നു. വീണ്ടും ഉള്ള പണികളെല്ലാം തീർത്തതിന് ശേഷം കിടക്കുമ്പോൾ 10-10:30 മണിയാകും. എന്നിട്ട് അവർ പറഞ്ഞത്, ഇത്രയും തുടർച്ചയായ ജോലികൾ കൊണ്ട് വളരെ ടെൻഷനാണ്. ജീവിതത്തിൽ വലിയ പിരിമുറുക്കമാണ്. മനസ്സിന് വലിയ ഭാരമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ മണിക്കൂറുകളെല്ലാം അധ്വാനിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 15 മിനിറ്റെങ്കിലും സ്വന്തമായിട്ട് ചേച്ചിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാൻ തയ്യാറുണ്ടോ? അവർ എന്നതാ ചോദിക്കുന്നത് എന്ന ഒരു സംശയത്തോടെ എൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. ഞാൻ പറഞ്ഞു, ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇപ്പോൾ ചേച്ചി ചെലവഴിക്കുന്ന സമയം മുഴുവൻ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ല, പകരം ചേച്ചിയുടെ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചേച്ചിയുടെ സ്വന്തമായിട്ടുള്ളവയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഭർത്താവ് സ്വന്തമാണ്, ഒരു സമ്പാദ്യമാണ്. മക്കൾ സ്വന്തമാണ്. പോരാ, ജീവിതത്തിൻ്റെ അധ്യാപകര ജോലി അതും സ്വന്തമാണ്. ഇതൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. അവയ്ക്ക് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്നാൽ നിനക്ക് വേണ്ടി തന്നെ സ്വന്തമായിട്ട് മാറ്റിവെക്കാവുന്ന ഒരു 15 മിനിറ്റെങ്കിലും എടുക്കാൻ പറ്റുമോ? അതായത് ഈ പറയുന്ന നമ്മുടെ ബന്ധങ്ങളും ബന്ധുക്കളും നമ്മുടെ ജോലികളുമൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടുന്ന വ്യക്തികളും കാര്യങ്ങളുമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിറകിൽ ഈ ബന്ധങ്ങൾക്കും ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നമ്മിലെ ജീവനുണ്ട്. നിന്റെ ശരീരത്തിനും മനസ്സിനും നിന്റെ ബന്ധങ്ങൾക്കും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ, അതാണ് ദൈവത്തിൻ്റെ കരം, അതാണ് ദൈവ സാന്നിധ്യം. അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കാൻ, അതിലേക്ക് തിരിയാൻ ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കാൻ പറ്റുമോ? നിന്നിലെ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ബോധവതിയാകുക, ബോധവാനാകുക. ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ വളരുക.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, യോഹന്നാൻ്റെ കൂടെ. എന്നിട്ട് യോഹന്നാൻ എവിടെയാണ്? യോഹന്നാൻ മരുഭൂമിയിലാണ്. അതാ ശ്രദ്ധിക്കേണ്ടത്. മരുഭൂമി എന്ന് പറഞ്ഞാൽ മറ്റാരുമില്ലാത്ത ഇടം, തമ്പുരാനും ഞാനും മാത്രമാകുന്ന ഇടം. അവിടേക്കാണ് യോഹന്നാൻ പിൻവാങ്ങുന്നത്, പ്രവചിച്ചു തുടങ്ങുന്നതും അവിടെയാണ്. ഒറ്റയ്ക്കാകുന്നിടത്താണ്. ഞാൻ എൻ്റെ തന്നെ ഉള്ളിലേക്കും എൻ്റെ തന്നെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിലേക്കും തിരിയുന്നിടത്താണ് എന്നിലെ ദൈവ സാന്നിധ്യ ബോധം വളർന്നു വരുന്നത്. എന്നിലെ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചുള്ള എൻ്റെ അവബോധം വളരുന്നത്. പോരാ, എന്നിലെ ദൈവ സാന്നിധ്യം വളരുന്നത്. എന്നിലെ ജീവൻ, എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകെ നിൽക്കുന്ന എന്നിലെ ജീവൻ ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ തന്നെ അംശമാണ്. അത് വളർന്നു വരുന്നത്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഒരു 15 മിനിറ്റെങ്കിലും ഒറ്റയ്ക്കായിരിക്കാൻ, ഉള്ളിലേക്ക് തിരിയാൻ, നിൻ്റെ ആന്തരികതയിൽ നിൽക്കുന്ന നിന്നിലെ ജീവനെ ശ്രദ്ധിക്കാൻ. പോരാ, ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമായ ആ ദൈവകരം, ദൈവസാന്നിധ്യം, ആ അവബോധത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ എന്താ സംഭവിക്കുന്നത്? മറ്റു പ്രവൃത്തികളിലേക്കെല്ലാം ഇത് പടർന്നു കയറും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പ്രവൃത്തികളുടെയൊക്കെ ഗുണപരത വർദ്ധിക്കും. കൂടുതൽ സന്തോഷത്തോടെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുന്നതാകാം, ഭർത്താവിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നതാകാം, പള്ളിക്കൂടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതാകാം, തിരിച്ചു വന്നിട്ടുള്ള ജോലികളാകാം. അവയൊക്കെ കൂടുതൽ ഹൃദ്യമാകും, കൂടുതൽ തൃപ്തിയുള്ളതാകും, കൂടുതൽ സന്തോഷവും ജീവനും പകരുന്നതാകും. അതാണ് യോഹന്നാൻ്റെ ദൈവത്തിൻ്റെ കരം കൂടെയുള്ളവൻ്റെ സാന്നിധ്യത്തിൽ സംഭവിച്ചത്. എന്താണ്? എല്ലാവർക്കും ആഹ്ലാദം, എല്ലാവർക്കും സന്തോഷം. എസക്കിയേലിൻ്റെ ജീവിതത്തിലോ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ടായിരുന്നത് കൊണ്ട് അസ്ഥികൾ പോലും ജീവൻ വയ്ക്കുന്നു. സന്തോഷവും ജീവനും വെക്കും നിന്നിലെ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ വളർന്നു വന്നാൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന ശിശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ എന്നിലേക്ക് കൈമാറുന്ന സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെയുണ്ടായിരുന്നു. ഈ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെയുണ്ട്, നിൻ്റെ കൂടെയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നമ്മിലെ ജീവനില്ലേ, ആ ജീവൻ ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണ്. അതാണ് എന്നിലെ ദൈവത്തിൻ്റെ കരം, ദൈവ സാന്നിധ്യം, ദൈവാംശം. ആ ദൈവാംശത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വളരുക. എല്ലാ ദിവസവും അല്പസമയം ഒറ്റയ്ക്കായിരിക്കാനും എന്നിലെ ദൈവാംശത്തിലേക്ക് ശ്രദ്ധിക്കാനും എന്നിലെ ദൈവാംശത്തെ, എന്നിലെ ജീവനെ വളർത്തിയെടുക്കാനും ശ്രദ്ധിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ആ ജീവൻ, ദൈവകരം മറ്റുള്ളവർക്ക്, ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകരും, ആഹ്ലാദം പകരും. പോരാ, ഞാൻ ഇടപെടുന്നവരിലേക്കൊക്കെ ജീവൻ, മൃതരായവരൊക്കെ കൂടുതൽ ജീവനിലേക്ക് വളർന്നു വരുന്ന അനുഭവം ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, സ്നാപക യോഹന്നാൻ നിൻ്റെ മുന്നോടിയായിട്ട് വന്നു. സ്നാപകനിലൂടെ നീ എന്നോട് പറയുന്ന ജീവിതത്തിൻ്റെ ആത്മീയ സന്ദേശം സ്വീകരിക്കാൻ എന്നെ നീ ഒരുക്കണമേ. ഈശോയെ, ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനം. നാഥ, ഈ ദൈവകരം എൻ്റെ കൂടെയും എൻ്റെ ഉള്ളിലുമുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്, നിൻ്റെ അംശം തന്നെയാണ് ഈ ദൈവത്തിൻ്റെ കരം. അതുകൊണ്ട് തന്നെ ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് തിരിയാനും എന്നിലെ ദൈവാംശത്തെ ശ്രദ്ധിക്കാനും ആ ദൈവാംശത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ വളർത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രദ്ധയും അനുഗ്രഹവും നിഷ്ഠയും ഈശോയെ എനിക്ക് നീ തരണമേ. അങ്ങനെ എന്നിലെ ജീവൻ വളർന്നു വരുന്നതിലൂടെ ഞാൻ ഇടപെടുന്ന എല്ലാവരിലേക്കും ആഹ്ലാദവും, ഞാൻ ഇടപെടുന്ന എല്ലാവരിലേക്കും കൂടുതൽ ജീവനും പകർന്നു കൊടുക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.